Hi dear students, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിൻ്റെ ലെക്ചർ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഔട്ട് പേഷ്യൻ്റ് സർവീസസുകളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഔട്ട് പേഷ്യൻ്റ് സർവീസസുകൾ? നമുക്കറിയാം, ഹോസ്പിറ്റൽസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പേഷ്യൻസുകളാണ് വരാറ്. ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സർവീസസുകൾ എടുത്ത് തിരിച്ചു പോകുന്നവരും, വേറൊരു വിഭാഗം പേഷ്യൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് സർവീസസുകൾ എടുക്കുന്നതാണ്. ഔട്ട് പേഷ്യൻ്റ് സർവീസസുകൾ എന്ന് പറയുന്നത് ഇതിൽ ഏത് കാറ്റഗറിയാണ് വരുന്നത്? ഈ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? അവിടുത്തെ പ്രോസസ്സുകൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോകുമ്പോൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ ഏത് കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഉൾപ്പെടുന്നതാണ് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്? ഇതിൻ്റെ വേർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹോസ്പിറ്റലിൽ വന്ന് സർവീസസുകൾ എടുത്ത് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാതെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകുന്ന ടൈപ്പ് ഓഫ് പേഷ്യൻസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യൻ്റ് സർവീസസുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സർവീസസ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിങ്ങും അതിൻ്റെ മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ഡിലൈറ്റ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഏറ്റവും ബെസ്റ്റ് വേയിൽ ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അതിൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സുകൾ, ഫോഴ്സസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ഔട്ട് പേഷ്യൻ്റ് സർവീസസുകൾ നമുക്ക് എങ്ങനെ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓപ്പറേഷൻസുകൾ എങ്ങനെയാണ്, എവിടെ നമുക്ക് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ ഇൻടേക്സുകളോട്ട് ഉള്ള ഒരു ഫിൽട്ടർ പോയിൻറ്റ്സുകളാണ്. നമുക്കറിയാം, ഹോസ്പിറ്റൽസിലോട്ട് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പാത്വേസുകളാണ്. ഒന്ന് നമുക്ക് ഒ പി ഡിയിൽ നിന്നും, മറ്റൊന്ന് എന്ന് പറയുന്നത് എമർജൻസി വഴിയുമാണ്. അപ്പം ഒ പി ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ നമുക്ക് എങ്ങനെ ഹെൽത്ത് ഡെലിവറി ഏറ്റവും ബെസ്റ്റ് വേയിൽ കൊടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് ഒ പി ഡിൻ്റെ ഫങ്ഷൻസുകൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ആൾ, ഒ പി ഡിനെ നമ്മൾ ഡിഫറെൻറ്റ് നെയിംസുകളിൽ അറിയപ്പെടാറുണ്ട്. ബേസിക്കലി ഇത് ആംബുലേറ്ററി കെയർ എന്നും അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ ഒ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഡിപ്പെൻഡ് ചെയ്യാറ് പൊതുവെ വാക്കബിൾ ആയിട്ടുള്ള പേഷ്യൻസുകളാണ്. അതുകൊണ്ട് തന്നെ ആംബുലേറ്ററി സർവീസസ് അല്ലെങ്കിൽ ആംബുലേറ്ററി കെയർ യൂണിറ്റ്സുകളും എന്ന് പറയപ്പെടാറുണ്ട്. ഇനി ഒരു ഹോസ്പിറ്റലിൻ്റെ ഒ പി ഡി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഒ പി ഡിൻ്റെ ഫങ്ഷൻസുകളാണ്. ഒരു ഒ പി ഡി ഫങ്ഷൻ ചെയ്യുന്നത് നമുക്കറിയാം, മെയിനായിട്ട് ഹോസ്പിറ്റൽസിലോട്ട് വരുന്ന പേഷ്യൻസിൻ്റെ കൺസൾട്ടേഷൻസുകളാണ്. ഈ കൺസൾട്ടേഷൻസുകളെ ബേസ് ചെയ്തിട്ട് അവർ എക്സാമിനേഷൻസ് ചെയ്യുന്നു, ഇതിന് പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെൻറ്റ്സുകളും. എന്നാൽ അവിടെ ആ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുന്നില്ല. അതേപോലെ തന്നെ ഈ പേഷ്യൻസിന് ഡിഫറെൻറ്റ് സർവീസസുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നതും ഒ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തന്നെ. ഒ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽസിൻ്റെ ഷോപ്പ് വിൻഡോ എന്നും അറിയപ്പെടും. നമ്മൾ ഹോസ്പിറ്റൽസിലെ സർവീസസുകളും ഹോസ്പിറ്റൽസിൻ്റെ ഇമേജസുകളും അതിൻ്റെ കൺസൾട്ടേഷൻസും എല്ലാമാണ് ആ ഒരു ഹോസ്പിറ്റൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസുകൾ ഏതെങ്കിലും പേഷ്യൻസ് പ്രിഫർ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർവീസസുകൾ അവർക്ക് കൊടുക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നതാണ് ഒ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ, അവിടുത്തെ സ്റ്റാഫുകൾ, അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകൾ, ആംബിയൻസ്, ഫെസിലിറ്റീസുകൾ. ഇനി നമുക്കൊരു ഒ പി ഡിൻ്റെ ഫങ്ഷൻ ഒന്ന് ഫ്ലോ ചാർട്ടിലോട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് കാണപ്പെടുന്നത്.
നമ്മൾ ഏറ്റവും ഫ്രണ്ട് ഓഫീസിൽ നിന്നും രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഡോക്ടർ കൺസൾട്ടേഷൻ റൂംസിൽ വെയിറ്റ് ചെയ്ത് അവരെ അസുഖം നിർണ്ണയിക്കാൻ വേണ്ടി എക്സാമിനേഷൻസ് നടത്തുന്നു. അതിനാവശ്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻസുകൾ, ലബോറട്ടറി ടെസ്റ്റുകളും അതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ട്സുകളും നമുക്ക് ലഭിക്കുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ മെഡിസിൻസിൻ്റെ പ്രിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസുകളും എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊസീജിയേഴ്സുകളും ട്രീറ്റ്മെൻറ്റ് പ്ലാൻസുകളും ക്രിയേറ്റ് ചെയ്യുന്നു. അഡ്മിറ്റഡ് ആകേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഇൻപേഷ്യൻ്റുകളാക്കി അഡ്മിറ്റഡ് വാർഡ്സിലോട്ട് കൊണ്ടുപോകുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വൺസ് അവർ ഇതിൽ നിന്ന് ഇംപ്രൂവൈസ് ആവുകയോ അല്ലെങ്കിൽ ക്യൂർ ആവുകയോ ചെയ്യുന്നതോടുകൂടി ഹോസ്പിറ്റൽസിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയാണ് നമ്മൾ ഒരു ഇൻപേഷ്യൻ്റെ ഓവറോൾ ഫങ്ഷൻസ്, ഒരു ഔട്ട് പേഷ്യൻസിൻ്റെ ഓവറോൾ ഫങ്ഷൻസ് എന്ന് പറയാം. നമുക്കിനി ഹോസ്പിറ്റൽസിലെ ഔട്ട് പേഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ലൊക്കേഷൻസും ഫങ്ഷണാലിറ്റിനെയും ബേസ് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒ പി സർവീസസുകളും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒ പി സർവീസസുകളും. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒ പി സർവീസസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഒരു ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒ പി ടൈപ്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഒ പി ഡിപ്പാർട്ട്മെൻറ്റ്സുകളും അതിൻ്റെ കൺസൾട്ടേഷൻസിൻ്റെയും ഫങ്ഷണാലിറ്റിയും ലൊക്കേഷൻസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് സെൻട്രലൈസ്ഡ് ഒ പി സർവീസസും ഡീസെൻട്രലൈസ്ഡ് ഒ പി സർവീസസുകളുമാണ്. സെൻട്രലൈസ്ഡ് ഒ പി സർവീസസുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹോസ്പിറ്റൽസുകളിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെയും ഒ പി സർവീസസുകൾ നമുക്കൊരു എൻറ്റയർ ഏരിയയിൽ, അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് നമുക്ക് എല്ലാ സർവീസസും ലഭിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് സർവീസസുകൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസുകളൊക്കെ പൊതുവെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാറ്? നമ്മുടെ ഒ പി ഏരിയാസ് മുഴുവനായിട്ടും ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിലോ ഒരു പെർട്ടിക്കുലർ സ്പേസസിലോ ആയിരിക്കും. ഡിഫറെൻറ്റ് കൺസൾട്ടേഷൻ റൂംസുകളിലായിരിക്കും നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് റെഫറൻസുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റു ബിൽഡിങ്ങിലോട്ടോ മറ്റു ഏരിയാസിലോട്ടോ പോകാതെ തന്നെ ആ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തന്നെ ഡിഫറെൻറ്റ് സർവീസസുകളും ഡിഫറെൻറ്റ് ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയാസിലുള്ളതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യൻറ്റ് സർവീസസ്. ഇതിൽ നമുക്ക് ആൻസിലറി സർവീസസും ആക്സിലറി സർവീസസ് കൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സെൻട്രലൈസ്ഡ് ഒ പി സർവീസസുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ സർവീസസുകളാണ്. ഇതിൽ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഡിഫറെൻറ്റ് ഏരിയാസുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെയാണ് അതിൻ്റെ കൺസൾട്ടേഷൻസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഏരിയാസുകളിലായിട്ട് സ്മോൾ സെക്ടറുകളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് പേഷ്യൻസിനും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സുകളും ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് രണ്ട് രീതിയിലാണ്: സെൻട്രലൈസ്ഡ് ഒ പി സർവീസസുകളും ഡീസെൻട്രലൈസ്ഡ് ഒ പി സർവീസസുകളും. ഇനി നമുക്ക് കൺസിഡറേഷൻസുകളിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ന് പറയുന്നത് ലൊക്കേഷൻസുകളാണ്. നമുക്കൊരു ഒ പി സർവീസസുകൾ എവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും? ഏതൊരു സ്ഥലത്താണ് ഒ പി സർവീസസുകൾ നിങ്ങൾ പൊതുവെ ഹോസ്പിറ്റലിൽ കാണാം. നിങ്ങൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലും ഒ പി സർവീസസുകൾ നമ്മൾ പ്ലേസ് ചെയ്യാറ് ഒരു സെക്കൻഡ് സോൺസുകളിലായിരിക്കും. കാരണം ഫ്രണ്ട് ഓഫീസും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകളൊക്കെയാണ് നമ്മുടെ മെയിൻ ഏരിയാസുകൾ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഏരിയാസുകൾ എന്ന് പറയപ്പെടുന്നത്. ഒ പി ഏരിയാസുകൾ നമുക്ക് പേഷ്യൻസിനെ ഗൈഡ് ചെയ്ത് സൈൻ ബോർഡ്സുകളും വെച്ചിട്ട് അവരെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻസിലോട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ടർ സോൺസിൽ തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഒരു നിർബന്ധമായിട്ട് വരുന്നില്ല. പക്ഷെ ഏറ്റവും ബെറ്റർ എന്നുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഔട്ടർ സോൺസിൽ വെക്കുന്നത്. എന്ന് വിചാരിച്ച് അത് ഔട്ടർ സോൺസിലാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതുമില്ല. പക്ഷേ ഇത് ഈസിലി ആക്സസബിൾ ആയിരിക്കണം.
അതേപോലെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളും സർവീസസുകളിലോട്ടും ഇൻ്റർ കണക്റ്റബിളും ആയിരിക്കണം നമ്മുടെ OP സർവീസസ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ കണക്ഷൻസുകളാണ് നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈക്കിൾസുകൾ അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കൽ സൈക്കിൾസുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡിഫറെൻറ്റ് ലൊക്കേഷൻസുകളും ആക്സസിബിലിറ്റിയും ഡിഫിക്കൽട്ട് ആകുമ്പോൾ അവർക്ക് സർവീസസുകൾ എടുക്കുന്നതും ലോങ് വെയിറ്റിംഗ് ഹവേഴ്സുകളാണ്. അവിടെ നഷ്ടപ്പെടുന്നതും ടൈമുകളാണ്. ഈ ടൈം നമ്മൾ എന്താക്കാം, ഒരു പേഷ്യൻറ്റിനെ ഇൻകൺവീനിയൻ്റായി ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് OPയിൽ ഫാൾസുകൾ വരാം. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളത്, അത് ലൊക്കേഷൻസ് ബേസിക്കലി OPകൾ നമുക്ക് എവിടെ വച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അതിൽ ഇൻ്റർ കണക്ഷൻസുകൾ നിർബന്ധമായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ലൊക്കേഷൻസിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോർ പ്ലേസ്മെൻറ്റ്സുകളാണ്. കാരണം ഇത് നമ്മുടെ OP എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് അവർക്ക് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് OPകൾസുകളാണ്. ഇനി നെക്സ്റ്റ് പ്രോക്സിമിറ്റിയും അറേഞ്ച്മെൻറ്റ്സും റെഫറൽ ഏരിയാസും വെയിറ്റിംഗ് ഹാൾസുകൾ ലോഞ്ചസ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയാസിനോട് അടുത്തായിട്ട് വെക്കുന്നത് കൊണ്ട് നമുക്ക് മാസ് പേഷ്യൻസുകൾ വരുമ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ കൂടി എളുപ്പമാകും. ഇനി എക്സാമിനേഷനും ഡ്രസ്സിങ് റൂംസുകളും OPകൾ നമുക്കറിയാം സർവീസസുകൾ എടുത്ത് അവർക്ക് തിരിച്ച് വീട്ടിൽ പോകുന്ന ടൈപ്പ് ഓഫ് പേഷ്യൻസുകളാണ്. അതുകൊണ്ട് തന്നെ പ്രൊസീജിയർ റൂംസുകളിലോട്ടൊക്കെ ഏറ്റവും അടുത്തായിട്ടുള്ള രീതിയിലില്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും പെർട്ടിക്കുലർ പ്രൊസീജിയർ റൂംസുകൾ നൽകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസുകൾ. നമുക്ക് ഡയഗ്നോസ്റ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസസുകൾ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേറ്ററിയും ലബോറട്ടറിയും പാത്തോളജിയും അങ്ങനെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടുള്ള ആക്സസിബിലിറ്റി വളരെ സിമ്പിളായിരിക്കൽ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സൈനേജസും വേ ഫൈൻഡിങ്സും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൈനേജസും ഗൈഡ്സും അവർക്ക് നൽകുന്നത് കൊണ്ട് ഈസിലി OP റൂംസുകളിലോട്ട് അവരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഓരോ ഡോക്ടേഴ്സിൻ്റെ നെയിമും വെച്ചിട്ട് ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ റൂംസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാറ്. നെക്സ്റ്റ്, മിനിമൈസിങ് മൂവ്മെൻറ്റ്സ്. OP ഓവർ ക്രൗഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഡിഫിക്കൽട്ടികൾ പ്ലേസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ OP പേഷ്യൻസിനെ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ഒരു കോമൺ പാത്വേ വെച്ച് അവരെ നമ്മൾ എന്താക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ ഏരിയാസിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കുകയാണ്. അത് ഇൻപേഷ്യൻസിന് ഒരു പെർട്ടിക്കുലർ ഡിഫറെൻറ്റ് ഏരിയാസ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടും വിസിറ്റേഴ്സിന് വേറൊരു ഏരിയ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടും കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഔട്ട് പേഷ്യൻസിൻ്റെ ക്രൗഡ്സുകൾ കൺട്രോൾ ചെയ്യാം. നെക്സ്റ്റ്, ഷെയർഡ് ഫെസിലിറ്റികളാണ്. നമുക്ക് ഡിഫറെൻറ്റ് റിസോഴ്സസുകൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം സർവീസസുകൾ പെർട്ടിക്കുലർലി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസുകൾ മുഴുവനായിട്ട് നമ്മുടെ OP ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാവുക. മോസ്റ്റ്ലി നമുക്കറിയാം നമ്മുടെ ലബോറട്ടറി സർവീസസുകൾ, ഇമേജിങ് സർവീസസ്, റേഡിയോളജി സർവീസസുകളെല്ലാം നമ്മൾ ഷെയർഡ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഈ പ്രയോറിറ്റി ഏരിയാസ് നമ്മൾ ഹോസ്പിറ്റൽസിൻ്റെ OP ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെ ഓപ്പറേഷൻസ് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയോറിറ്റി ഏരിയാസുകളും ഡിസൈൻസുകളും വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്താക്കാം, നമ്മുടെ പ്രോസസ്സ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു OPയിലോട്ട് വരുന്ന ഡിഫറെൻറ്റ് പേഷ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യാം. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ പേഷ്യൻസിനെ നമുക്ക് നാഷണാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നാഷണൽ പേഷ്യൻസും ഇൻ്റർനാഷണൽ പേഷ്യൻസും ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാറ്. അതേപോലെ തന്നെ നമ്മൾ റെഫറൽസ് ഇല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ സർക്കംസ്റ്റൻസസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജനറൽ ഔട്ട് പേഷ്യൻ്റ്, റെഫേർഡ് ഔട്ട് പേഷ്യൻ്റ്, എമർജൻസി ഔട്ട് പേഷ്യൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എവിടെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, ഒരു ജനറൽ ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള അസുഖത്തിന്
നമ്മൾ ഡോക്ടറിലോട്ട് ഡയറക്റ്റ് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആംബുലേറ്ററി ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ജനറൽ ഔട്ട് പേഷ്യൻസുകൾ എന്ന് പറയാറ്. അതിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ അവർക്ക് ഡിപ്പെൻഡൻ്റഡ് അല്ല. അവരുടെ ഡിസീസ് കണ്ടീഷൻസ് അവർക്ക് വലിയ ഡിഫിക്കൽട്ടികളോ ഇല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സുകളോ ഇല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ഔട്ട് പേഷ്യൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലോട്ട് വരുന്നവരാണ് ജനറൽ ഔട്ട് പേഷ്യൻസുകൾ. നെക്സ്റ്റ് വരുന്നത് റെഫേർഡ് ഔട്ട് പേഷ്യൻസുകളാണ്. റെഫേർഡ് ഔട്ട് പേഷ്യൻസുകൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫിസിഷ്യൻസിൻ്റെ സർവീസസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു ഡോക്ടറിൽ നിന്നും റെഫറൻസുമായി നമ്മുടെ ഹോസ്പിറ്റൽസിലോട്ടോ ഡോക്ടറിലോട്ടോ വരുന്നവരെയാണ് നമ്മൾ റെഫേർഡ് ഔട്ട് പേഷ്യൻസുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് ഗവൺമെൻറ്റിൽ നമുക്ക് ഡിഫറെൻറ്റ് റെഫറൽ ലെവൽസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പഞ്ചായത്തിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലോ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ടാവും. അതാണ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റായി വരുന്നത്. അതിൽ നിന്നും പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, ജനറൽ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസുകൾ എന്നുള്ള ഡിഫറെൻറ്റ് ടെറിഷറി ലെവൽസുകളിലോട്ട് നമ്മൾ പോകുന്നത്. ഇനി ഈ റെഫറിങ് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർമനൻറ്റ് പേഷ്യൻസുകളാകാൻ ചാൻസസ് ഇല്ല. അവർ ചിലപ്പം നമ്മുടെ സർവീസസുകൾ എടുത്ത് തിരിച്ച് റെഫർ ചെയ്ത ഹോസ്പിറ്റലിലോട്ടോ ഇല്ലെങ്കിൽ ഡോക്ടറിലോട്ടോ തിരിച്ച് പോകാൻ ചാൻസസ് ഉള്ളവരാണ്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് എമർജൻസി ഔട്ട് പേഷ്യൻസുകളാണ്. എമർജൻസി ഔട്ട് പേഷ്യൻസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനെ സീക്ക് ചെയ്ത് അവർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് വരുന്നവരെയാണ് നമ്മൾ എമർജൻസി ഔട്ട് പേഷ്യൻറ്റുകൾ എന്ന് പറയപ്പെടുന്നത്. അവരെ നമ്മൾ എയ്തർ ഇൻപേഷ്യൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് ഡെയിലി ബേസിസ് തന്നെ റിലീസ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ ഗ്ലാൻസ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പേഷ്യൻ്റ് കാറ്റഗറി ആയിട്ട് നമ്മൾ 3 കാറ്റഗറിയാണ് വരുന്നത്. ഇത് മെഡിക്കൽ സർക്കംസ്റ്റൻസസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വരുന്നത് ജനറൽ പേഷ്യൻസ്, റെഫേർഡ് പേഷ്യൻസ്, അതേപോലെ എമർജൻസി ഔട്ട് പേഷ്യൻസുകൾ. ഇനി ഔട്ട് പേഷ്യൻ്റ് വിസിറ്റ്സുകൾ ഹോസ്പിറ്റൽസുകളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് 2 ടൈപ്പ് ഓഫ് വിസിറ്റ്സുകളാണ് പൊതുവെ ഉണ്ടാവാറ്. എയ്തർ ഓൾറെഡി വന്നിട്ടുള്ള പേഷ്യൻസ് ഇല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഹോസ്പിറ്റലിലെ സർവീസസുകൾ എടുക്കാൻ വരുന്ന പേഷ്യൻസുകൾ. അപ്പം ന്യൂ പേഷ്യൻസും റിപ്പീറ്റ് പേഷ്യൻസുമാണ് നമുക്ക് വരുന്ന 2 ടൈപ്പ് ഓഫ് പേഷ്യൻ്റ് വിസിറ്റ്സുകൾ. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് പേഷ്യൻ്റ് വിസിറ്റ്സുകളിലും അവർ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും പോളിസീസുകളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനീഷ്യലി ഒരു ന്യൂ പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്യേണ്ടത് ഇനീഷ്യൽ നമ്മുടെ ഫ്രണ്ട് ഓഫീസ് മുതലുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. മറിച്ചൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള റീവിസിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ജസ്റ്റ് നമ്മൾ ഫോളോ അപ്പ് പ്രൊസീജിയേഴ്സുകൾ മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതി. അവർക്ക് നമ്മുടെ ഇന്നത്തെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഡേറ്റ്സുകളും ഇതും വെച്ചിട്ടാണ് നമ്മൾ അവരുടെ പേഷ്യൻസിനെ ഗൈഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഔട്ട് പേഷ്യൻ്റ് വിസിറ്റ്സിൻ്റെ ഗ്ലാൻസ് വ്യൂ കാണുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് പേഷ്യൻസ് വരാറ്, ന്യൂ ഔട്ട് പേഷ്യൻസും റിപ്പീറ്റഡ് ഔട്ട് പേഷ്യൻസുകളും. നെക്സ്റ്റ് നമ്മളൊരു ഹോസ്പിറ്റൽസിൻ്റെ ലേ ഔട്ട് ഡിസൈനിങ് കൺസിഡറേഷൻസുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെയും ലേ ഔട്ടുകളാണ്. നമുക്കറിയാം ഒരു സെൻട്രലൈസ്ഡ് ഓർ ഡീസെൻട്രലൈസ്ഡ് ആയി സിസ്റ്റം വരുമ്പം അതിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസുകളിലും വ്യത്യാസം വരാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സ്പേഷ്യസ് റിക്വയർമെൻറ്റ്സുകളാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് ലേ ഔട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കൺസൾട്ടേഷൻ റൂംസുകൾ ഉണ്ടാകും, പ്രോപ്പറായിട്ടുള്ള ലോഞ്ചസും വെയിറ്റിംഗ് ഏരിയാസുകൾ, അവർക്കുള്ള ഡോക്ടേഴ്സ് റൂംസുകൾ, നഴ്സസ് റൂംസുകൾ, മെഡിക്കൽ ഏരിയാസുകൾ, ട്രീറ്റ്മെൻറ്റ് ഏരിയാസ്, പ്രൊസീജിയർ ഏരിയാസുകൾ എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ഏരിയാസുകളായിട്ടാണ് നമ്മൾ കൺസൾട്ടേഷൻ റൂംസുകളെ ഡിവൈഡ് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഏരിയാസുകൾ നോക്കാം. പബ്ലിക്കിന് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻട്രൻസ്, റിസപ്ഷൻ ഏരിയ, ഇൻഫോർമേഷൻസ് ഏരിയ, രജിസ്ട്രേഷൻ ഏരിയ, അതേപോലെ റെക്കോർഡ് ഏരിയാസ്. ആക്സസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഏരിയാസുകളും
ടോയ്ലറ്റ്സുകളും വാഷ്റൂംസുകളും. അതേപോലെ റിഫ്രഷ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കോഫി ഷോപ്സുകളും സ്നാക്ക് ബാർസുകളും. ഇനി ക്ലിനിക്കൽ ഏരിയാസുകളിലോട്ട് വരുമ്പോൾ വെയിറ്റിംഗ് ഏരിയാസ്, കൺസൾട്ടേഷൻ റൂംസുകൾ, എക്സാമിനേഷൻ റൂംസുകൾ, പ്രൊസീജിയർ റൂംസുകളാണ് നമുക്ക് പൊതുവേ വരാറ്. ഇനി ആൻസിലറി ഫെസിലിറ്റീസുകളായിട്ട് വരുന്നത് ഇൻജക്ഷൻ റൂംസുകൾ, ട്രീറ്റ്മെൻറ്റ് റൂംസ്, ഡ്രസ്സിംഗ് റൂംസ്, അതേപോലെ ഫാർമസികളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ നമുക്ക് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻസുകളും അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ബിസിനസ് ഓഫീസസുമാണ് നമ്മുടെ ഏരിയാസുകളിൽ വരുന്നത്. ഇതെല്ലാം കോമൺലി ഷെയർഡ് ആയിട്ടുള്ള ഏരിയാസുകളാണ് ഒരു ഹോസ്പിറ്റൽസിൻ്റെ അഡ്മിനിസ്ട്രേഷൻസിൽ. ഇനി ഹൗസ് കീപ്പിംഗ് ഏരിയാസുകളും സ്റ്റോറേജ് ഫെസിലിറ്റീസുകളും. ഇനി സർക്കുലേഷൻ ഏരിയാസുകൾക്ക് വേണ്ടിയിട്ട് കോറിഡോർസ്, സ്റ്റെയർസ്, ലിഫ്റ്റുകളും ഒരു ഹോസ്പിറ്റൽസിന് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓപ്പറേഷൻസിലോട്ട് പോകുമ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഔട്ട് പേഷ്യൻറ്റ് സൈക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഒരു ന്യൂ പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ഫ്രണ്ട് ഓഫീസിൽ വന്ന് അവർ നമ്മൾ ഗ്രീറ്റ് ചെയ്ത് ഫസ്റ്റ് രജിസ്ട്രേഷൻ കൗണ്ടറിലോട്ട് എൻകൗണ്ടർ ചെയ്യുന്നതോടുകൂടി അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞ് ആ സർവീസസുകൾ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് ആണെങ്കിൽ നമുക്ക് അവർ രജിസ്ട്രേഷൻസ് ഫോംസുകൾ നൽകി രജിസ്ട്രേഷൻസുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു. രജിസ്ട്രേഷൻസിൽ നമുക്കറിയാം മാൻഡേറ്ററി ആയിട്ടും എൻട്രി ചെയ്യേണ്ട കുറേ ഡീറ്റെയിൽസുകളുണ്ട്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നെയിം, ഏജ്, സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, കോണ്ടാക്ട് നമ്പർ, അതേപോലെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സുകളും. ഇത് ജനറേറ്റ് ആവുന്നത് കൂടി നമ്മൾ HISലോട്ട് ആ പേഷ്യൻറ്റിൻ്റെ ഡാറ്റാസുകൾ റെക്കോർഡിക്കലി മെയിൻറ്റെയിൻ ചെയ്തു. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം, പേഷ്യൻസിനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലോട്ട് അവർ ഡയറക്റ്റ് ചെയ്ത് അവർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഈ കൺസൾട്ടേഷൻസിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടർ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു, ഇതിന് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസുകൾ ചെയ്യുന്നു. ഈ പ്ലാൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഏതർ ഇൻ പേഷ്യൻസുകളോ ഇല്ലെങ്കിൽ ഔട്ട് പേഷ്യൻറ്റോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലബോറട്ടറിയോ ഇല്ലെങ്കിൽ ഇമേജിങ് ആവശ്യമുള്ളവരെ അതിലോട്ട് അയച്ച് പിന്നെയും റീവിസിറ്റ്സുകളിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കാറാണ് പൊതുവെ ചെയ്യാറ്. അപ്പോൾ ഇവിടെ കാണുന്ന ഫ്ലോ ചാർട്ടാണ് ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈക്കിൾ എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, ഒരു ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് ആവശ്യമായി വരുന്ന എക്യുപ്മെൻറ്റ്സുകൾ. നമുക്കറിയാം ക്ലിനിക്കൽ എക്യുപ്മെൻറ്റ്സുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവാറ്. എന്നാൽ പോലും നമുക്ക് ജനറലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് കോമൺ ആയിട്ട് എടുക്കാൻ വരാറുള്ള എക്യുപ്മെൻറ്റ്സുകൾ വീൽ ചെയർസുകൾ ഉണ്ടാകും, സ്ട്രെച്ചേഴ്സ് ഉണ്ടാകും, റീസസൈറ്റേഷൻ എക്യുപ്മെൻറ്റ്സുകൾ ഉണ്ടാകും. അതേപോലെ സ്റ്റാഫിങ്ങുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റൽസിലോട്ട് വരുന്ന വർക്ക് ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ OP ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ നിന്നാണ്. ഈ വർക്ക് ലോഡ്സുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും, ക്ലറിക്കൽ സ്റ്റാഫ്സുകൾ ഉണ്ടാവും, ആൻസിലറി സ്റ്റാഫ്സുകൾ ഉണ്ടാവും. ഇതിൽ പാരാമെഡിക്കൽസും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ടീമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റാഫിംഗ് സർവീസസുകൾ. ഇനി നമ്മുടെ ഒരു OPയിലുള്ള ഓർഗനൈസേഷനും മാനേജറിയലും കൺസിഡറേഷൻസുകളാണ്. നമുക്കറിയാം ഹോസ്പിറ്റൽ OP എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സും അപ്പോയിൻമെൻറ്റ് സിസ്റ്റവും മാനേജ് ചെയ്യുന്നതാണ്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള സൈനേജ് സിസ്റ്റവും പ്രോപ്പർ മാനേജ്മെൻറ്റ് ഇഷ്യൂസുകൾ പ്രോപ്പറായിട്ട് നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊരു ഹെക്റ്റിക് പ്രോസസ്സായി മാറുന്നതാണ് OP പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. OPകളിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസുകളും കൂടുതൽ കൺസേൺസുകളും വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കൺസിഡറേഷൻസുകൾ, ഒന്ന് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസുകളാണ്. നെക്സ്റ്റ്, ഓവർ ക്രൗഡിങ്ങും ലോങ് വെയിറ്റിംഗ് ടൈമുകളാണ്. ഒരു OPയുടെ വർക്ക് ലോഡ്സുകൾ മോസ്റ്റ്ലി നമുക്ക് പെർട്ടിക്കുലർ ടൈം പീരീഡ്സുകളിലായിരിക്കും അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡേയ്സുകളിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളും അതേപോലെ തന്നെ അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് ഒരു മാനേജറിയൽ കൺസിഡറേഷൻസുകൾ തന്നെ. പേഷ്യൻസിൻ്റെ വെയിറ്റിംഗ് ടൈം, ഈ വെയിറ്റിംഗ് ടൈം കൂടി ഒരു ഹെക്റ്റിക് പ്രോസസ്സായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ നമ്മുടെ ഹോസ്പിറ്റൽസിൻ്റെ റെപ്യൂട്ടേഷന് തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും
ഈസിലി പ്രോസസ്സായി മാറുന്നതായിരിക്കും നമ്മുടെ ഒ പി ഡിപ്പാർട്ട്മെൻറ്റ്സിൽ. ഇനി ഒ പി ഡിൻ്റെ ടൈമിങ്സ് നമുക്കറിയാം. ഒരു ഒ പി ടൈമിങ്സ് ഫിക്സ്ഡ് ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയിട്ട് സർവീസസുകൾ എടുക്കാൻ പറ്റില്ല. അത് ഡോക്ടേഴ്സിൻ്റെയും നമ്മുടെ സ്റ്റാഫുകളുടെയും അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഒ പി ടൈമിംഗ് ഫിക്സുകൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് സ്ട്രക്ചേഴ്സുകളാണ്. നമുക്ക് മെഡിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസുകളുമുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസുകളും ഫങ്ഷൻസുകളും ഈ ഒരു സ്ട്രക്ചറൽ ഹൈറാർക്കി വഴി വേണം നമ്മൾ മാനേജ് ചെയ്യാൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഒ പി ഡിപ്പാർട്ട്മെൻറ്റ്സുകളെ കുറിച്ചിട്ടാണ്. ഈ ഒ പി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ നമ്മൾ ആദ്യം ഡെഫിനിഷൻസുകൾ നോക്കി, ഇതിൻ്റെ ഫങ്ഷൻസുകൾ നോക്കി, കാറ്റഗറീസ് നോക്കി, ടൈപ്പ് ഓഫ് പേഷ്യൻസുകൾ, ഓപ്പറേഷൻസ്, അതേപോലെ ഇതിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസും മാനേജറിയൽ കൺസിഡറേഷൻസും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വരുന്ന ലൈവ് സെഷൻസിലോട്ട് വേണ്ടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് വെക്കുക. Thank you. Have a nice day.